നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. കേരള സർവകലാശാലയിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ രാത്രിയിലും SFIയുടെയും DYFIയുടെയും ഒക്കെ മാർച്ച് നമ്മൾ കണ്ടതാണ്. ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ രജിസ്ട്രാറായ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് സിൻഡിക്കേറ്റിൻ്റെ ചട്ടങ്ങൾക്ക്, സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് സിൻഡിക്കേറ്റിൻ്റെ ആക്ഷേപം. ഇപ്പോൾ താൽക്കാലിക ചുമതല സിസ തോമസിനാണ് കൊടുത്തിരിക്കുന്നത്. മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ കൂടിയാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ കേരള സർവകലാശാലയൊക്കെ റാങ്കിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്താണ് അനാവശ്യമായി ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്നത് എന്ന് മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ NAAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ഇൻ്റർനാഷണൽ റാങ്കിങ്ങിലും ഉൾപ്പെടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ നേട്ടങ്ങളെ ആകെ തമസ്കരിക്കാനും പിറകോട്ടടിപ്പിക്കാനും ഉതകുന്ന വിധത്തിൽ ചാൻസലറുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പടപ്പുറപ്പാടുകൾ നടത്തുന്നത് വളരെ നിർഭാഗ്യകരമാണത്. മതനിരപേക്ഷ അന്തരീക്ഷം നിലനിന്നു പോകേണ്ട ഒരിടമാണ് സർവകലാശാല. ആ സെക്യുലർ അറ്റ്മോസ്ഫിയർ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികൾക്ക് നീതി നൽകാൻ കഴിയൂ എന്ന് മാത്രമല്ല, ശാന്തമായൊരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഗവർണർമാരായി നിയോഗിക്കപ്പെട്ട് സർവകലാശാലകളുടെ ചാൻസലർ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്ന നമ്മുടെ ഗവർണർമാർ. നിർഭാഗ്യകരമാണ് അത്. അവർ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളെ, മുന്നേറ്റങ്ങളെ ഒക്കെ പിന്തുണയ്ക്കേണ്ടവരാണ്, അതിനെ സഹായിക്കേണ്ടവരാണ്. അതിൽ നിന്ന് നേരെ എതിർദിശയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാം സങ്കീർണമാക്കാനുള്ള ശ്രമം ബോധപൂർവം സംഘടിതമായിട്ട് തന്നെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നതായ കാര്യം. ഇടത്തൊക്കെ കാവിക്കൊടി ഏന്തിയ ഒരു ഭാരതാംബയെ ഞാൻ അതിലേക്കാണ് വരുന്നത്. മിനിസ്റ്റർ, ഇതൊരു സ്വകാര്യ സംഘടനയാണ്, ശ്രീപത്മനാഭ സേവാ സമിതി എന്നോ മറ്റോ ആണ് ആ സംഘടനയുടെ പേര്. ആ സംഘടനയ്ക്ക് വേണ്ടിയാണോ VC ഇപ്പോൾ ഈ ഒരു രജിസ്ട്രാറെ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വഹിക്കുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതും കാവിക്കൊടി ഏന്തിയ ഒരു സ്ത്രീ രൂപത്തെ വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ട് ഇവിടെ പരിപാടി നടത്താൻ കഴിയില്ല, അത് സർവകലാശാലാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുകയും ഗവർണർ വന്നപ്പോൾ പിന്നീട് ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ VC പ്രവർത്തിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മോഹൻ കുന്നുമേൽ. മോഹൻ കുന്നുമേൽ വളരെ വ്യക്തമായ നിലയിൽ RSSന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അദ്ദേഹം അയോധ്യയിലെ ശിലാന്യാസ കർമ്മത്തിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം നേടിയ ഒരു പദവിയാണ് ഈ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആവുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ അജണ്ട നടപ്പാക്കാനായിട്ട് എല്ലാ വിധത്തിലും പശ്ചാത്തല സഹായങ്ങൾ ചെയ്തു കൊടുത്ത് നിൽക്കുകയാണ്. ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്നുള്ള ആ പ്രതീകം തീർച്ചയായും RSSൻ്റെ ഭാരതാംബയാണ്. കാവിക്കൊടി പിടിച്ച് സർവാഭരണ വിഭൂഷിതയായിട്ട് പട്ടുസാരിയും ചുറ്റി സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ഭാരതാംബ ജനാധിപത്യ ഇന്ത്യയുടെ ഭാരതാംബയോ ഭാരതമാതാവോ ഒന്നുമല്ല. അപ്പോൾ പ്രകടമായ നിലയിൽ ഈ കാവി പതാക ഉൾപ്പെടെ RSSൻ്റെ ബിംബങ്ങളെ കേരളത്തിൻ്റെ പൊതുമനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാനും അതിനെ ലെജിറ്റിമൈസ് ചെയ്തെടുക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഗവർണർ പോകുന്ന ഇടത്തൊക്കെ ഈ പതാകയും കൊണ്ട് നടക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അത് വണങ്ങണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സർവകലാശാലയിൽ ഉണ്ടായി എന്ന് പറയുന്ന വിഷയം അത് സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് പരിപാടി പോകാൻ സാധ്യതയുണ്ടായപ്പോഴാണ് രജിസ്ട്രാർ ഇടപെട്ട് അതിൽ നിർത്തിവെക്കണം എന്ന വിധത്തിലുള്ള ഒരു അറിയിപ്പ് നൽകിയത്. പക്ഷേ ഗവർണർ വന്നതിന് ശേഷം അത് സുഗമമായി നടന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മിനിസ്റ്ററുടെ ഒരു കാഴ്ചപ്പാടിൽ മിനിസ്റ്റർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ചട്ടവിരുദ്ധമോ നിയമവിരുദ്ധമോ ആയ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ചട്ടവിരുദ്ധമായ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും നിയമപരമായിട്ടില്ല. കേരള സർവകലാശാലയുടെ ആക്റ്റും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച്
വൈസ് ചാൻസലർക്ക് യാതൊരു വിധത്തിലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. അത് ചെയ്യാൻ അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണ്. സിൻഡിക്കേറ്റാണ് രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. എന്തെങ്കിലും അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ വൈസ് ചാൻസലർ ആ വിഷയം സിൻഡിക്കേറ്റിൻ്റെ മുമ്പാകെ വയ്ക്കുകയാണ് വേണ്ടത്. സിൻഡിക്കേറ്റ് ഈ സർവകലാശാലയിലുണ്ടായ സംഭവങ്ങളെ ആസ്പദമാക്കി അത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് വൈസ് ചാൻസലറെ അറിയിച്ചതിന് ശേഷമാണ് വൈസ് ചാൻസലർ ഏകപക്ഷീയമായിട്ട് ഇത് വലിയ അടിയന്തര സ്വഭാവമുള്ള കാര്യമാണ് എന്ന നിലയിൽ ഈ സസ്പെൻഷൻ ഉത്തരവ് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വലിയ മുന്നേറ്റങ്ങളെ എല്ലാ നിലയിലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന രജിസ്ട്രാറിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് വൈസ് ചാൻസലർ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. അതായത് വൈസ് ചാൻസലർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷത്തെ തകർക്കാനാണ് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് അവിടുത്തെ അക്കാദമിക കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. ആ സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ സർവകലാശാല കമ്മ്യൂണിറ്റിയുടെ ഗവേഷകരും അധ്യാപകരും ഒക്കെ ചേർന്ന് ദിഷണാശാലികളായിട്ടുള്ള ധാരാളം പേർ ആ സർവകലാശാലയിലുണ്ട്. എത്രയധികം നേട്ടങ്ങളാണ് ആ സർവകലാശാല ഈ കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയ്ക്ക് ആർജിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സർവകലാശാല സമൂഹത്തെ കൃത്യമായി നയിക്കേണ്ട ഉത്തരവാദിത്തമാണ് വൈസ് ചാൻസലർക്കുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഈ അധികാരത്തിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ മറ്റൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നില്ല. അദ്ദേഹം അമിതാധികാര പ്രയോഗത്തിലേക്ക് എപ്പോഴും നീങ്ങാണ്. ഒരിക്കൽ സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുക്കുന്ന വേളയിൽ വൈസ് ചാൻസലറാണ് അധ്യക്ഷത വഹിക്കേണ്ടത് എന്ന കാര്യത്തെ മുൻനിർത്തി അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കുകയുണ്ടായി. അത് ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രായേണ വലിയ അറിവോ ബോധ്യമോ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അതും. ഈ മിനിസ്റ്റർ, ഈ രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകുമോ ഈ വിഷയത്തിൽ? കാരണം രജിസ്ട്രാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പം രജിസ്ട്രാർ സർവകലാശാലയിൽ വന്ന് തൻ്റെ ജോലി തുടരണം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ആ രജിസ്ട്രാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ സർവകലാശാലകളുടെ ഏകോപിത വേദിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏകീകൃത അക്കാദമിക് കലണ്ടർ തയ്യാറാക്കുന്നതിന് വളരെ ശ്ലാഘനീയമായ നിലയിൽ ഇടപെട്ട് ആ അക്കാദമിക് കലണ്ടർ തയ്യാറാക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിലാകെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വളരെ സമർപ്പിതമായ പ്രവർത്തനം നമുക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ആർജിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ സർവകലാശാല കമ്മ്യൂണിറ്റിയുടെ ഒരു വെൽബീയിങ് ഉദ്ദേശിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഇടപെടൽ അത് തെറ്റാണെന്ന് യാതൊരു തരത്തിലും ചിന്തിക്കുന്നില്ല. അത് സംഘർഷം ഒഴിവാക്കുന്നതിനും നമ്മുടെ സർവകലാശാലയുടെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിനുമാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. യാതൊരു ആവശ്യവുമില്ലാതെ അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ചാൻസലറുടെ ചട്ടുകമായിട്ട് RSSന്റെ ഏജന്റായിട്ട് ഈ VC മോഹൻ കുന്നുമേൽ കേരള സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണോ മിനിസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നത്? RSSന്റെയും സംഘപരിവാര ശക്തികളുടെയും ചട്ടുകമായിട്ട് ഗവർണർ പ്രവർത്തിക്കുന്നു. ചാൻസലർ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ചട്ടുകമായിട്ട് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുന്നതിന് വളരെ ഊർജ്ജസ്വലമായിട്ട് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയ അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിന് ആശയമണ്ഡലം സജ്ജീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കേരളത്തിൽ എപ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. നമ്മൾ മതേതരമായിട്ടുള്ള സൗഹൃദം എക്കാലത്തും അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമാണ്. ഇന്ന് പൊതുവെ ദേശീയ തലത്തിൽ ഇന്ത്യയിൽ വളരെ കട്ട പിടിച്ച് നിൽക്കുന്ന തരത്തിൽ അപരവിദ്വേഷവും അസഹിഷ്ണുതയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘടിതമായിട്ടുള്ള പരിശ്രമമാണ് അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. എല്ലാ ബൗദ്ധിക കേന്ദ്രങ്ങളുടെയും താക്കോൽ സ്ഥാനങ്ങളിൽ
ഈ ആശയ പ്രചരണത്തിനു വേണ്ടി കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കുന്നതിനു വേണ്ടി RSSൻ്റെ കിങ്കരന്മാരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അജണ്ട കേരളത്തിലും നടപ്പാക്കാനാണ് ചാൻസലർമാരിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഘപരിവാര ശക്തികളുടെ ചട്ടുകമായിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ തുടങ്ങി ശാഖയിൽ പോകുന്ന ആളാണ് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്ന നമ്മുടെ ചാൻസലർ. അദ്ദേഹത്തിൻ്റെ ചട്ടുകമായിട്ട് വൈസ് ചാൻസലറെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഏറ്റുമുട്ടലാണെങ്കിൽ നിയമപരമായ ഏറ്റുമുട്ടൽ തന്നെ അല്ലേ മിനിസ്റ്റർ? തീർച്ചയായും നമുക്ക് വേണ്ടത് സെക്യുലർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അത് തീർച്ചയായിട്ടും സർവകലാശാലകളിൽ ഉണ്ടാകേണ്ടതാണ്. ഒരു ആധുനികോത്തര സമൂഹത്തിൽ ഇനിയും നമ്മൾ ഇങ്ങനെ ഈ ഭിന്നിപ്പിൻ്റെ വിത്തുകൾ വിതച്ച് ആ വിഴുപ്പും പേറി നടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും ഒളിച്ചു കടത്തുന്ന വളരെ കൗശലപൂർവ്വം ഒളിച്ചു കടത്തുന്ന കാവ്യവൽക്കരണ അജണ്ടയെ പ്രതിരോധിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയാണ്. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം ഗവർണർ തന്നെയാണ്. അല്ലാതെ അദ്ദേഹം സംഘചാലകോ ശാഖാ പ്രവർത്തകനോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എവിടെ പോയാലും ഈ ഭരണഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ബിംബങ്ങളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും സങ്കുചിത താല്പര്യക്കാരുടെ മതാത്മക ബിംബങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമല്ല അദ്ദേഹത്തിനുള്ളത്. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടത്. ശരി, ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു. പ്രതികരിച്ചതിന് വളരെ കൃത്യമായ ഭാഷയിലാണ് ഇപ്പോൾ മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത്. രജിസ്ട്രാറിന് പൂർണ്ണ പിന്തുണയാണ് മിനിസ്റ്റർ നൽകുന്നത്. താങ്ക് യു മിനിസ്റ്റർ. മിനിസ്റ്റർ ബിന്ദുവാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. നിലവിൽ സർക്കാരും രാജ്ഭവനും ഗവർണറും തമ്മിലുള്ള പോർമുഖം അടുത്ത ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ചട്ടുകമായി ചാൻസലർ മാറുന്നു. കേരള സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ആ ചാൻസലറുടെ ചട്ടുകമായി അയോധ്യയിൽ പോയി ശിലാന്യാസം നടത്തിയതിനു ശേഷം ഒരു RSSകാരനായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരള സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷത്തെ തകർക്കുന്ന വൈസ് ചാൻസലർക്കെതിരെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. രജിസ്ട്രാറിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സംസ്ഥാന സർക്കാർ.